നമസ്കാരം. രാഖീസ് രുചികളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു തമിഴ്നാടു സ്റ്റൈല് ഡിഷസ് ആണ് രണ്ടെണ്ണം ചെയ്യാൻ പോകുന്നത്. ഒരെണ്ണം എണ്ണ കത്രിക്ക എന്ന് പറഞ്ഞാൽ കത്രിക്ക ബ്രിഞ്ചോളാണ് സാധനം. കത്രിക്ക എന്നാണ് തമിഴ്നാട്ടിലുള്ളവർ പറയുന്നത്. അത് എണ്ണ കത്രിക്ക എന്ന് പറഞ്ഞൊരു കറിയും വെക്കുന്നുണ്ട്. കൂടെ തന്നെ ചിന്താമണി ചിക്കൻ ചിന്താമണി ഒരു ഡിഷാണ് അത്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിച്ചണിലേക്ക് പോകാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന എണ്ണ കത്രിക്കയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ കത്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിഞ്ചോളാണ്. ഇത് ബ്രിഞ്ചോൾ ഞാൻ ഇതേപോലെ 4ആയിട്ട് കീറുക. ഇങ്ങനെ കീറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചീത്ത എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കീറിയിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള പുളി എടുത്തിട്ട് 1.5 കപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ആ പുളിവെള്ളമാണത്. ആ പുളിവെള്ളത്തിലേക്ക് ഈ വഴുതനങ്ങ നമ്മൾ ഇട്ട് വെച്ചേക്കാണ്. അതിൻ്റെ ഒരു കയ്പ്പ് രസം അങ്ങോട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുളി പിടിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നോക്കൂ, 1 കപ്പ് തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 5-8 ഉള്ളിയും വെളുത്തുള്ളിയും, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഉപ്പ്, ആവശ്യത്തിന് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി അടി കത്തിച്ച് ചൂടായി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയൊന്നുമല്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ഇടാണ്. നമ്മൾ തീയലൊക്കെ ചെയ്തപ്പോൾ യൂസ് ചെയ്ത അതേ ഒരു പ്രോസസ്സാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ഇട്ടു. ഇനി ആ തേങ്ങ നല്ല മുരിയെ വറുക്കണം. ഇതൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇടാം കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം മല്ലി അല്ലെങ്കിൽ വറ്റൽമുളക്, കൊല്ലമുളക് എന്ന് പറയും, അതാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആദ്യം അതാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് ആദ്യം മല്ലിയും മുളകും വറുത്ത് മാറ്റണം. ഇതിപ്പോൾ നമ്മൾ പൊടികൾ യൂസ് ചെയ്യണോണ്ട് ഇത് മൊത്തം മുരിഞ്ഞതിന് ശേഷം നമ്മൾ പൊടി ആഡ് ചെയ്യണുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ആഡ് ചെയ്താൽ ഇത് കരിഞ്ഞു പോകും. ചെറിയൊരു പിങ്ക് കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, ഇത് പല പാകത്തിലുള്ള ഉള്ളി കേട്ടോ, ഒരു 8-10 ഉള്ളി മതിയാകും സെയിം സൈസിലാണെങ്കിൽ. വലിയ ഉള്ളിയൊന്നും വേണമെന്നില്ല കേട്ടോ. കൂടെ ഇട്ട് നല്ല ചുമക്കെ വറുക്കണം. ഒപ്പം തന്നെ ആ വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇടുക. ഈ ചുമക്ക വറുക്കട്ട വരെ ആവട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് കുരുമുളക് ജീരകമൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഇത് ഇപ്പം ഞാൻ ഇതിലിപ്പോൾ കാണിക്കുന്ന സ്റ്റൈൽ തന്നെ നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു വില്ലേജ് സ്റ്റൈലാണ് കാണിക്കുന്നത്. ഇതിൽ കുറേ വേരിയേഷൻ വരുത്തിയിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ കർണാടക, മഹാരാഷ്ട്ര ആ ഭാഗത്തേക്കുമൊക്കെ നമ്മളുടെ ഈ വഴുതനങ്ങ കറി വയ്ക്കുന്നുണ്ട്. അതിനും ഈ ഏകദേശം സെയിം റെസിപ്പി തന്നെ. ഇപ്പോൾ കുറച്ച് ആളുകൾ ഇതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ കുറച്ച് സവോളയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യും. നമ്മൾ തേങ്ങ നിറയെ 1 കപ്പ് എടുക്കുമല്ലോ, ഒരു 1/2 കപ്പ് തേങ്ങയ്ക്ക് 1 സവോള 1 തക്കാളി എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ബാംഗ്ലൂർക്ക് അങ്ങനെയുള്ള നമ്മുടെ കർണാടക ആ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് ഈ സെയിം റെസിപ്പിയിൽ അവർ ഗ്രൗണ്ട് നട്ട് ആഡ് ചെയ്യും. ഒരു 5-8 നമ്മുടെ കപ്പലണ്ടിയും കൂടെ ഈ വറക്കണ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നോർത്തിലേക്ക് പോകും തോറും അതിൽ കുറച്ച് പോപ്പി സീഡ്സും നമ്മുടെ കസ്കസ് എന്ന് പറയും
അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവർ ഈ അരയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ കംപ്ലീറ്റ്ലി ഒഴിവാക്കും, പിന്നെ സവോളയും തക്കാളിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പം നമ്മളുടെ തമിഴ്നാട് സ്റ്റൈലാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇത് വില്ലേജ് സ്റ്റൈലും, എസ്പെഷ്യലി വില്ലേജിലുള്ള ആളുകൾ ഉണ്ടാക്കുന്നത്. അതൊരു തീയലിൻ്റെ ഒരു വേരിയേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. എന്താ വെച്ചാൽ ഇതിൽ തീയലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് അഡീഷണലായിട്ട് വെളുത്തുള്ളിയും നമ്മുടെ കുരുമുളകും ജീരകവും ഒക്കെ കയറുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് തന്നെ നമ്മളുടെ 1/2 ടീസ്പൂൺ ജീരകം എടുത്ത് വെച്ചേക്കുന്നത്, കുരുമുളക് എടുത്ത് വെച്ചേക്കുന്നത് 1 ടീസ്പൂണോളം കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് മുരിഞ്ഞും കൂടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ആഡ് ചെയ്യണം, അത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പം തന്നെ മുളക് പൊടി ഞാൻ 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞോണ തീയലിന് ചെയ്ത ആ ഒരു പാകത്തിന് തന്നെയാണ് ഇതിലും ചെയ്തേക്കണേ കേട്ടോ. ഇതും കൂടെ ഒന്ന് മുരിഞ്ഞോട്ടെ. ഇനി നമുക്ക് ഇത് ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് വേഗം കരിയാൻ ഇടയുണ്ട്, അതുകൊണ്ട് താഴെ ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇനി ആ ഒരു ചൂടി കിടന്ന് തന്നെ ഇത് മൂത്ത് കിട്ടിക്കോളും, പൊടിയായതുകൊണ്ട്. ഇനി ഈ സമയത്ത് അതിപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത് വെച്ചേക്കണത് അതൊന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിപ്പോൾ ഓപ്ഷണലാണ്. ഒന്നെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തതിൻ്റെ അരച്ചത് പേസ്റ്റ് ഈ ബ്രിഞ്ചോൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ അതല്ല ആഡ് ചെയ്യണേ. നമ്മൾ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, സവോള തക്കാളി. ഇതിപ്പോൾ 2 സവോള, 1 തക്കാളി, 3-4 വെളുത്തുള്ളി, ഒപ്പം 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴട്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ദോശയ്ക്ക് വേണ്ടിയിട്ട് അരയ്ക്കുമല്ലോ, ഇത് വഴട്ടിയിട്ട് മുളക് പൊടിയും കൂട്ടിയിട്ട് അരയ്ക്കുമല്ലോ, ആ പേസ്റ്റാണ് ഞാനിവിടെ എടുത്തേക്കണേ. ഇതെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പേ ഉണ്ടാക്കി വെച്ച തേങ്ങ വറുത്തരച്ച ഇതായാലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ രീതിയിലാണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇത് 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. അത് ഫുൾ കീറരുത് കേട്ടോ, മുഴുവൻ കീറിപ്പോണ്ട് നോക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പേസ്റ്റ് നന്നായിട്ട് ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്തിട്ട് ഇതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരം പുളിവെള്ളത്തിലിട്ട് വെച്ചോണ്ട് കുറച്ച് പുളി പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വഴുതനങ്ങയായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ ചെറിയ വഴുതനങ്ങ തന്നെ എടുക്കണം, വലുത് വെച്ച് ചെയ്താൽ നന്നായിരിക്കില്ല. ഇപ്പം നമ്മൾ അത് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് കത്രിക്കയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ 4 കത്രിക്കയും നന്നായിട്ട് ഉള്ളിയും ഒണിയൻ ടൊമാറ്റോ ചട്നി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒണിയൻ ടൊമാറ്റോ ചട്നിക്ക് പകരം നിങ്ങൾക്ക് ഇപ്പോൾ തീയൽ പോലെ ഇപ്പോൾ തേങ്ങ വറുത്തെടുത്തിട്ടില്ലേ, ആ വറുത്തരച്ച പേസ്റ്റും യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് തമിഴ്നാട് കുക്കിങ്ങിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ജിഞ്ചിലി ഓയിൽ, അല്ലെങ്കിൽ ഇത് ഈ കറിയുടെ പേര് തന്നെ എണ്ണ കത്രിക്ക എന്നാണ്. അപ്പം മെയിനായിട്ട് ഈ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ എണ്ണ അല്ലെങ്കിൽ പകരം അവർ യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് നട്ട് ഓയിലാണ്. ഇതിപ്പോൾ നമ്മൾ നാടൻ കറിയാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചേക്കാണ്. ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം.
ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കടുക് പൊട്ടിക്കുക ചെയ്യാം. ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ട് ഇതിലിപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കത്തിരിക്ക പുരട്ടി വെച്ചേക്കുന്നതെല്ലാം അതിലേക്കിട്ട് വറുക്കുകയാണ്. ഒപ്പം തന്നെ കരിവേപ്പില ഇടുന്നുണ്ട്. നമ്മളുടെ പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിനകത്ത് കിടന്നിട്ട് നന്നായി വറുത്ത രീതിയിലായിട്ട് വരും. അങ്ങനെ വല്ലാണ്ട് ഫ്രൈ ആവണ്ട, ചെറിയ രീതിയിലാണ്. ഇത് ഗ്രൗണ്ട്നട്ട് ഓയിലിലും ചെയ്യാം, നമ്മുടെ നല്ലെണ്ണയിലും ചെയ്യാം. നല്ലെണ്ണയുടെ ടേസ്റ്റ് അത്ര ചീത്തയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് നല്ലെണ്ണയാണ് കഴിക്കുന്നത്. ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് വരുമല്ലോ, ആ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇപ്പോൾ ഇതിലും വരാൻ പോകുന്നത്. ഇനി നല്ലെണ്ണയും ഗ്രൗണ്ട്നട്ട് ഓയിലൊന്നും പിടിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് വഴുതനങ്ങ. ഇതിലേക്ക് നമ്മളുടെ മസാല അരച്ച് വെച്ചേക്കണം ഇടുകയാണ്. കൂടെ തന്നെ നമ്മൾ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഒഴിക്കുക. നന്നായിട്ട് തിളച്ച് കുറുകണം. വേണ്ട, എണ്ണയൊക്കെ ഇപ്പം തന്നെ തെളിഞ്ഞു തുടങ്ങി. ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ കത്തിരിക്ക എന്ന് പറയുമ്പോൾ തന്നെ നല്ലെണ്ണയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണ്ട, അല്ലെങ്കിൽ ചിലപ്പം അടി പിടിക്കും. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു. ഇനി അതവിടെ കിടന്ന് നന്നായി തിളക്കട്ടെ. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം. ഇതാ 1 ടീസ്പൂൺ നിറയെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പിട്ടാൽ മതി. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഉപ്പ് ഇത്തിരി കുറവായതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ മാത്രം ഇടേണ്ട ഒരു സാധനം കേട്ടോ. 1/2 ടീസ്പൂണോളം ശർക്കര ഒന്ന് ഇടുകയാണ്. ഇത് വേണമെങ്കിൽ മാത്രം ഇടേണ്ട സാധനമാണ്. നിങ്ങൾക്ക് രുചി പറ്റുമോ ഇല്ലയെന്നുള്ളത് നോക്കിയിട്ട് വേണം. എന്താ വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എരിവ്, ഉപ്പ്, പുളി ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ഇടുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഇത്തിരി മധുരിപ്പൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ അടുത്ത് ശർക്കര ഇടുന്നത്. ഇപ്പോൾ 1/2 ടീസ്പൂൺ ശർക്കര. ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഏകദേശമായി. ഇനി കുറച്ച് നേരം അടച്ച് വെച്ചിരുന്ന് എണ്ണ തെളിയട്ടെ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചിന്താമണിയാണ്. ഇതൊരു 1/2 കിലോയുടെ അടുത്തുണ്ട് ചിക്കൻ. ഇത് ബോൺലെസ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. ബോൺലെസ്സാണ് കൂടുതൽ ചെയ്യാൻ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 കിലോ ഇല്ല, കറക്റ്റ് 1/2 കിലോ ഇല്ല, 1/2 കിലോന് അടുത്ത് ഉണ്ട് സാധനം. 400-450 ഉണ്ടാകും. പിന്നെ 1 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 8-10 വറ്റൽ മുളക് അതിങ്ങനെ മുറിച്ചിട്ടേക്കാം, 2ആയിട്ട് മുറിച്ചിട്ടേക്കാം. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്
മൂന്നും പേസ്റ്റ് ആക്കിയത്. ഒരു 2 പച്ചമുളകുണ്ട്, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതുണ്ട്, വെളുത്തുള്ളി ഒരു 5 വെളുത്തുള്ളി ചതച്ചത് അത്രയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് നമ്മൾ ഗാർണിഷിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചട്ടിയുടെ അടി കത്തിച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക. ഞാനിപ്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്. ആ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വറ്റൽ മുളക് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇടുക. എന്ന് വെച്ചാൽ അത് മൂത്തൊന്ന് കിട്ടണം. ഇതിൻ്റെ എരിവ് മാത്രമായിട്ടോ യൂസ് ചെയ്യണമെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മളിതൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മസാലയുടെ ഒക്കെ കുത്ത് അല്ലെങ്കിൽ മസാലയുടെ ചുവ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ഐറ്റമാണിത്. ഇനി അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും 1 കപ്പ് ഉള്ളി, ഇത് ഞാൻ മുറിച്ചതൊന്നുമല്ല, അങ്ങനെ ഇട്ടതാണ്. ഇനി അത് നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് ഇത്ര എണ്ണ കേട്ടോ. അതായത് നോൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യണേ ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇരുമ്പിലാകുമ്പോൾ അടി പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചേക്കുന്നത്. ഇനി മൂക്കണ നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മുടെ പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇതിൽ ഈ മസാലയോ വേറെ മുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ കൊല്ലമുളകിൻ്റെ എരിവ് ഇറങ്ങിയിട്ട് വേണം അതിൽ എരിവ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊല്ലമുളക് കീറിയിട്ടിട്ടേക്കുന്നത്. പിന്നെ നമുക്ക് കരിവേപ്പിലയും കൂടി ഇടാം. ഇനി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നൊരു മൂത്ത സ്മെല്ല് വരും. ആ ഒരു പച്ച മണം മാറിയിട്ടുള്ള സ്മെല്ല് വരുമ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല, പകരം ചിക്കനിൽ നമ്മൾ ഓൾറെഡി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കി കഴിയാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല കേട്ടോ. ആ സമയത്ത് നമുക്കറിയാമല്ലോ ഈ സാധനത്തിൽ ഉപ്പുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് രുചിച്ച് നോക്കണം. അപ്പോൾ മതിയായില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇടാം, ഇല്ലെങ്കിൽ ആ ഉപ്പ് മതിയാകും. ഈ പ്രഷറിൻ്റെ ഒക്കെ ഇതുള്ള ആളുകൾക്ക് ഉപ്പ് വളരെ കുറവ് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഉള്ളി ഒന്ന് വാടി കിട്ടണം, അപ്പോഴാണ് നമുക്ക് ചിക്കൻ ഇടാൻ പറ്റുള്ളൂ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ചമുളകിൻ്റെയും കൂടെ മൂക്കണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, നല്ല അരോമയാണ് കിട്ടുന്നത്. അത് നന്നായിട്ട് മൂത്ത മണം വന്നു കഴിയുമ്പോൾ നമ്മളുടെ ചിക്കൻ ഇടുക കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ട ചിക്കനാണ്. ഇതിലേക്ക് വേറെ ഇനി മസാല ഒന്നുമില്ല. ഇത് തന്നെയാണ് നമ്മളുടെ മസാല എന്ന് പറയുന്നത്. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് വരട്ടി ഇതൊരു മെഴുക്കുവരട്ടി നമ്മൾ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഈ ബോൺലെസ് പീസ് എടുക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വേഗമായി കിട്ടും. നമ്മൾ ബോൺ ഉള്ളതിനേക്കാളും കുക്കിംഗ് ടൈം കുറവായിരിക്കും ബോൺലെസ് പീസ് എടുക്കുക. ഇനി ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണം, എരിവ് നന്നായിട്ട് വേണ്ടവരാണെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊല്ലമുളക് ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ഇടുക. കൊല്ലമുളക് വെറുതെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഇടുക.
ഇപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട വന്നില്ല. ചിക്കനിൽ തന്നെയുള്ള വെള്ളം വശത്ത് ഇത് വെന്ത് കഴിഞ്ഞു. ഇതാ ഈ ഒരു വഴണ്ട ഫോമിൽ വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മളുടെ മല്ലിയില ഇടണം. അതൊരു പിടി മല്ലിയില ഇടണം. ഒപ്പം തന്നെ ക്യാപ്സിക്കം ഇത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതിൽ വേണ്ട ഒരു സാധനമല്ല, ഇട്ട ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യണതാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ ഒരു അര നാരങ്ങാമുറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജ്യൂസ് ഉണ്ട്. അപ്പോൾ അര നാരങ്ങാമുറിയുടെ ജ്യൂസ് അത് ഒഴിക്കുക. അതൊഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്ത് ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. ഒരു മെഴുക്കുവരട്ടിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ വരുന്നുണ്ട്. ഒട്ടും മുളക് പൊടിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അൾസറിൻ്റെ ഒക്കെ അസുഖമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയൊരു ഭക്ഷണ പദാർത്ഥമാണ്. നമ്മുടെ എണ്ണ കത്രിക്ക റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ചിക്കൻ ചിന്താമണി റെഡി ആയിട്ടുണ്ട്. സ്പൈസസ് ഒന്നും അധികം ഇഷ്ടമല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണത്. ഇത് എണ്ണ കത്രിക്കയാണെങ്കിൽ നമ്മൾ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വൈറ്റ് റൈസാണ് നല്ലത്. ഇത് എടുത്തിരിക്കുന്നത് വൈറ്റ് മട്ട അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതാ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.